there. Thank you for watching. Thank you for joining in this live. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കുരിശിൽ കർത്താവ് പറഞ്ഞ ആ ഒരു വാചകം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? വളരെ കാലങ്ങളോളം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തെറ്റായ നിഗമനങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ആളുകളെ നയിക്കുന്ന ഒരു വാചകമാണ്. കർത്താവിനെ ദൈവം കൈവിട്ടു എന്നുള്ള വിധത്തിലുള്ള ഒരു ചിന്ത, അല്ലെ എന്തുകൊണ്ട് കൈവിട്ടു, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അല്ലെ എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു, ഇതൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്ന കാര്യമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? നമ്മളിത് ഉത്തരം കണ്ടെത്തുമ്പോൾ സുവിശേഷം എന്നാൽ എന്താണ്? വാസ്തവത്തിൽ കാൽവരി ക്രൂശിൽ സംഭവിച്ച എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ പിറവി എന്തിനു വേണ്ടിയായിരുന്നു? ഇതേക്കുറിച്ചൊക്കെ ഒരു അടിസ്ഥാന ധാരണ ഉണ്ടായിരിക്കണം. ഈ അടിസ്ഥാന ധാരണയില്ലാതെ നാം കുരിശിനെ മനസ്സിലാക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. എന്നാൽ ആ ഒരു ധാരണയോടുകൂടെ, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ ആ കുരിശിനെ കാണണം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? നമ്മുടെ കർത്താവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം തുറന്നു വെച്ചിട്ട് വായിക്കാൻ തുടങ്ങുക. ഇപ്പോഴല്ല, ഈ ലൈവ് കഴിയുമ്പോൾ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, തുടർമാനമായി യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ തൻ്റെ ഒരു പ്രയോഗമുണ്ട്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. ഓൾഡ് ടെസ്റ്റമെന്റ് സ്ക്രിപ്ചേഴ്സ്, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെയുണ്ടല്ലോ, നിങ്ങളുടെ ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ തൻ്റെ ഓഡിയൻസിനെ തുടർമാനമായി പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ശൈലി യേശു കർത്താവിനുണ്ടായിരുന്നു. അത് മനുഷ്യരായാലും പിശാചായാലും. പിശാച് തന്നെ പരീക്ഷിക്കാൻ വന്നപ്പോൾ, പരീക്ഷകൻ അടുത്ത് വന്നപ്പോഴും യേശു 3 തവണയും പറഞ്ഞത് ഓൾഡ് ടെസ്റ്റമെന്റ് സ്ക്രിപ്ചറാണ്. ഒന്നാമത് വന്നപ്പോൾ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. രണ്ടാമത് വന്നപ്പോൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. തുടർച്ചയായി അത് മനുഷ്യരോടായാലും, to the powers and principalities and to the fellow human beings, ആരെ തൻ്റെ ഓഡിയൻസ് ആയാലും തിരുവെഴുത്തുകളെ റിമൈൻഡ് ചെയ്യിക്കും, തിരുവെഴുത്തുകളെ തുടർച്ചയായി അനുസ്മരിപ്പിക്കും, തിരുവെഴുത്തുകളെ പ്രബോധിപ്പിക്കും. അപ്പം അങ്ങനെ കർത്താവ് തൻ്റെ ക്രൂശിൻ്റെ സമയത്ത് താൻ ക്രൂശിൽ കയറി. അപ്പോൾ തൻ്റെ ഓഡിയൻസ്, തന്നെ കേൾക്കുന്ന ആളുകൾ, അവരെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പാട്ട്. അപ്പം ആ പാട്ടിൻ്റെ ഒരു വരി ഞാൻ പാടിയാൽ മതി, ബാക്കി വരിയെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറും. ഇപ്പം അതൊരു സിനിമാ പാട്ടാണെങ്കിൽ ആ സിനിമയിലെ രംഗങ്ങൾ പോലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ആണ് ഈ സിനിമാ പാട്ടുകൾ വിജയിക്കുന്നത്. കാരണം സിനിമ കണ്ട ആളുകൾ ആ പാട്ടിൻ്റെ ഒരു വരി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫസ്റ്റ് ഇൻട്രോ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലോട്ട് ആ പാട്ട് വരും, ആ സീൻ വരും. അപ്പം നൂറ്റാണ്ടുകളായി ഇസ്രായേൽ പാടിയ, അവരുടെ നാവുകളിൽ തത്തിക്കളിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. ആണ് 22-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനം ഇങ്ങനെയാണ്
തുടങ്ങുന്നേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. മശിഹാ സങ്കീർത്തനം എന്നൊക്കെയാണ് അതറിയപ്പെടുന്നത്. അപ്പൊ യേശു കുരിശിൽ വെച്ച് ആ സങ്കീർത്തനത്തെ ഉദ്ധരിക്കുകയാണ്. കുരിശിൽ കിടക്കുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ കഴിയത്തില്ല, കാരണം കൈകൾ രണ്ടും ഉയർത്തി ആണിയടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുക, ശ്വാസം എടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ വളരെ പ്രയാസമാണ് സംസാരിക്കാൻ. അപ്പം അതുകൊണ്ട് ഈ സങ്കീർത്തനം മുഴുവനും ഒന്നും റിസൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൻ്റെ ശക്തി എടുത്ത് വിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു സങ്കീർത്തനത്തിലോട്ട് ഓഡിയൻസിനെ കൊണ്ടുപോവാണ്. അപ്പൊ അതിൻ്റെ അടുത്ത് കേൾവിക്കാരുടെ മനസ്സിലോട്ട് എന്ത് ചെയ്തു? തന്നെ പൊങ്ങി വരിക. കാരണം അവരൊരു സ്ക്രിപ്ചർ ബൈഹാർട്ട് പഠിക്കുന്നവരാണ്, എല്ലാ തിരുവഴുത്തും കാണാതെ പഠിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തുടങ്ങിക്കൊടുത്താൽ മതി, ബാക്കി അവരുടെ മനസ്സിൽ എക്കോയിങ് ആൻഡ് എക്കോയിങ് ആൻഡ് എക്കോയിങ്. നമുക്കിതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ബൈബിൾ വായിക്കുമ്പം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് യേശു പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായിട്ട് ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ച് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് യേശു പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലോട്ട് ഈ സങ്കീർത്തനം മുഴുവനായിട്ട് അൺഫോൾഡ് ചെയ്ത് വരികയാണ്. എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്ന എന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. അടുത്തത്, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ ആശ്രയിച്ചു, അവർ ആശ്രയിക്കും, നീ അവരെ വിടുവിക്കുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവം അവരെ വിടുവിച്ച അവസരങ്ങൾ, ദൈവം അവരെ സഹായിച്ച അനുഭവങ്ങൾ, ദൈവം അവരെ രക്ഷിച്ച സന്ദർഭങ്ങൾ, ദൈവം അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ഓരോ കാര്യങ്ങളും സങ്കീർത്തനത്തിലൂടെ ഓർപ്പിക്കുകയാണ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്. ഇത് അവസാനമല്ല, ഇവിടെ ഇത് തീരുകയല്ല. നിങ്ങൾ വിചാരിക്കും ഇതൊരു പരാജയമാണ്, നിങ്ങൾ വിചാരിക്കുന്നത് ഇത് തീരുകയാണെന്ന്. അടുത്ത് മശിഹയെക്കുറിച്ചുള്ള ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഫ്രസ്ട്രേഷനിൽ, തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസത്തിൽ, ദുഃഖത്തിൽ, നിരാശയിൽ, തിരിച്ചടികളിൽ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിൽ താൻ ചമയ്ക്കുന്ന സങ്കീർത്തനമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ആ സങ്കീർത്തനങ്ങളുടെ വരികൾക്കിടയിൽ ദൈവത്തിൻ്റെ മശിഹ ഭൂമിയിൽ എങ്ങനെ കഷ്ടപ്പെടും എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇഴചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പഴയ നിയമ തിരുവെഴുത്തുകളിലുള്ളത് തുടർച്ചയായി തൻ്റെ പബ്ലിക് മിനിസ്ട്രിയിൽ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ടിരുന്ന ക്രിസ്തു താൻ അവസാനം കുരിശിൽ കിടക്കുമ്പോഴും അതേ കാര്യം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഈ കുരിശിൽ കിടക്കുന്ന കാര്യത്തെക്കുറിച്ചും ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടിയിട്ടുണ്ട്. അത് കാണിക്കുകയാണ്. അടുത്തത്, എന്നെ കാണുന്നവരൊക്കെയും പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. കണ്ടോ, ഇതേ കാര്യം കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ആളുകൾ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കുക, നിനക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ സങ്കീർത്തനത്തിൽ പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ ഒന്നൊന്നായി കുരിശിന്റെ ചുവട്ടിൽ നടക്കുക. അപ്പൊ ഈ നടക്കുന്ന സന്ദർഭങ്ങൾ താൻ കുരിശിൽ കിടക്കുന്ന അനുഭവത്തെയും തൻ്റെ ചുറ്റും നിന്ന് ആളുകൾ പരിഹസിക്കുന്നതിനെയും പ്രവചനത്തിലുണ്ടേ എന്ന് യേശു അവരെ ഓർപ്പിക്കുക. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു. എൻ്റെ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. താഴോട്ട് വരുമ്പം, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഉണ്ടോ? ദാവീദിന്റെ കൈയും കാലും ആരും തുളച്ചില്ല. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം,
അവർ എന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. What is happening there? Exactly it is written in this psalm. ആ സങ്കീർത്തനത്തെ ഓഡിയൻസിനെ അനുസ്മരിപ്പിക്കുകയാണ്. ആ സങ്കീർത്തനത്തെ ഞങ്ങളും ചൊല്ലുന്നു, സോഗദീനാൻ ലസലീബുക്ക് ബേവോ ബുർക്കോ നലനഭുശോസാ അംഗാ യോസോ മരീനാം ശീഹു ഇസ്ദാ ക്രൈൻ മോദോ സേയാ. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. It was not an actual conversation between the father and the son. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് യേശു കുരിശിൽ വെച്ച് പറഞ്ഞത് ഒരു ദൈവവുമായിട്ടുള്ള ഒരു ആക്ച്വൽ കോൺവെർസേഷൻ അല്ലായിരുന്നു. തൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായി തന്നെക്കുറിച്ച് പഴയ നിയമ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ഒരു പ്രവചനത്തെ തൻ്റെ ഓഡിയൻസിനെ അനുസ്മരിപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഇപ്പം നമുക്ക് അറിയാം, അത് ജൂവിഷ് ട്രഡീഷനാണ്. ഇപ്പം നമ്മുടെ അച്ഛന്മാരൊക്കെ സാധാരണ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ബാക്കി ജനം തന്നെ ചൊല്ലും. അല്ലെങ്കിൽ പെന്തക്കോസ്തല ഉപദേശിമാർ പാട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. എന്നിട്ട് ജീരകവെള്ളം കുടിക്കാൻ പോകും അല്ലേ? പ്രസംഗിച്ച് നാക്ക് വരണ്ടുന്ന സമയത്ത് അങ്ങോട്ടൊരു പാട്ടിൻ്റെ ഒരു വരി അങ്ങ് പാടും. ഒരു വരി അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കാം. പണ്ടൊക്കെ ഈ പ്രസംഗിച്ച് നാക്ക് പറ്റുമ്പം ജീരകവെള്ളം കുടിക്കാനൊക്കെ വേണ്ടി പാട്ടിൻ്റെ വരി അങ്ങോട്ട് ഇടും. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മന്നി വരെ പാടണ്ട, അന്നേരം ജനം ഏറ്റെടുത്തോളൂ. ജനത്തിന് ഇതറിയാം. ജനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോയി നാരങ്ങവെള്ളമൊക്കെ കുടിച്ച് റെഡിയായി, ജീരകവെള്ളം കുടിച്ച് റെഡിയായി പിന്നെ വരും. ഇപ്പൊ പിന്നെ സെൽഫോണ് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരുമ്പോഴായിരിക്കും ഉപദേശിമാർ പാട്ടിട്ടിട്ട് ബാക്ക് മെസ്സേജ് നോക്കാൻ പോണത്. അപ്പൊ ഇത് ഒരു രീതിയാണ്. ഇപ്പൊ സുറിയാനിക്കാര് തടിച്ചു കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് അല്ല, ഇപ്പൊ നമ്മളൊരു ശവസംസ്കാര നമ്മളൊരു ശവസംസ്കാര ശുശ്രൂഷ ചെല്ലുക, സുറിയാനിക്കാരുടെ ആണ്, കുറെ ആളുകൾ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെയോട്ട് എന്ന് വെച്ച് അവിടെ ചെന്ന് നിന്നിട്ട് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ മതി. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിയൻസ് എല്ലാം എന്ത് ചെയ്യാണ്? ബാക്കി തന്നെ പറയല്ലേ. അപ്പം അച്ഛന്മാർ വന്ന് ഒരു പ്രാർത്ഥനയുടെ വരികയൊക്കെ ബാക്കി ജനം പ്രതിവാക്യങ്ങളാണ്. അപ്പം ഞാൻ ആ ഒരു ശൈലിയെ കാണിക്കുകയാണ്. ഇതേ ശൈലിയാണ്. അപ്പോൾ യേശു കർത്താവ് അവിടെ നിന്നിട്ട് ഈ യഹൂദന് മനഃപ്പാടമായിരിക്കുന്ന ഈ സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വരി പറയുകയാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അപ്പോഴേക്കും അവരുടെ മനസ്സിലോട്ട് ഇതങ്ങ് ഇരച്ചു കയറുകയാണ്. അപ്പൊ അതിന്റെ അടുത്ത വരിയാണ്, അവർ അതരം മലർത്തി തലകുലുക്കുന്നു. അപ്പൊ പരിഹസിക്കുന്നവരുണ്ട്. യഹോവെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ പിടിപ്പിക്കട്ടെ, അവന് പ്രസാദമുണ്ടല്ലോ. കണ്ടോ, അടുത്തത് വരികയാണ്. ചുറ്റും കാണുന്ന കാഴ്ചകൾ മുഴുവൻ. അപ്പൊ ഈ ഓൾഡ് ടെസ്റ്റമെന്റ് സ്ക്രിപ്ചർ ലൈവായി വരികയാണ്. അപ്പോഴേക്കാണ് അവിടെ എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം, അടുത്ത എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. കണ്ടോ,
അപ്പോൾ കുറേ പട്ടാളക്കാർ അവിടെ നിന്ന് കർത്താവിൻ്റെ ഈ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഈ സങ്കീർത്തനം ലൈവ് ആകുക, ഈ സങ്കീർത്തനം ലൈവ് ആകുകയാണ്. അപ്പൊ അതിന്റെ താഴോട്ട് വന്നു കഴിയുമ്പോൾ ആ സങ്കീർത്തനത്തിൽ 26-ാം വാക്യം, എളിയവർ തിന്ന് തൃപ്തന്മാരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും, ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവെങ്കിലേക്ക് തിരിയും, ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ. കണ്ടോ? ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും, പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരും തലമുറയുടെ യഹോവയെക്കുറിച്ച് കീർത്തിക്കും. Every knee shall bow, every tongue confess that Jesus Christ is Lord. കർത്തൻ നീ, സകലരും അവനെ വർഷിപ്പ് ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ആ സങ്കീർത്തനം അവസാനിക്കുന്നത്. തുടങ്ങുമ്പോൾ ഒരു ട്രാജിക് ബിഗിനിങ് ആയിട്ട് നമുക്ക് തോന്നുന്നു, ഒരു ട്രാജഡി ആയിട്ടൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ ആ സങ്കീർത്തനം നമ്മൾ മുഴുവൻ വായിക്കണം. ഒരു നിരാശയുടെ സങ്കീർത്തനമായിട്ടാണ് പലരും 22-ാം സങ്കീർത്തനത്തെ കാണുന്നത്. പക്ഷേ ആ സങ്കീർത്തനം ഒരു നിരാശയുടെ സങ്കീർത്തനമല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സങ്കീർത്തനമാണ്. കാരണം ദൈവം വന്ന് അവിടെ വലിയ ഗ്ലോറി, വിക്ടറി കൊണ്ടുവരികയാണ്. നമ്മൾ 22-ാം സങ്കീർത്തനം തനിച്ചല്ല വായിക്കേണ്ടത്. 22-ാം സങ്കീർത്തനം വായിക്കുന്നവർ 23-ഉം 24-ഉം ചേർത്ത് വായിക്കണം. ഈ 3 സങ്കീർത്തനം ഒരുമിച്ചാണ് കിടക്കുന്നത്, 22, 23, 24. ഇപ്പൊ ദൈവം യേശുവിനെ കൈവിട്ടു എന്നൊരു തിയോളജി ഉണ്ട്. അത് തെറ്റായ ദൈവശാസ്ത്രമാണ്. ഇപ്പൊ 23-ാം സങ്കീർത്തനം കൂടെ വായിക്കണം. അപ്പൊ ഇതിന്റെ ബാക്കിയാണ്, പാട്ട് വായിക്കുകയാണ്. 4-ാം വാക്യം, മരണ നിഴലിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. മരണ നിഴലിന്റെ, നമ്മുടെ സത്യവേദ പുസ്തകത്തിലാണെങ്കിൽ വാലി ഓഫ് ഡെത്ത് എന്നാണ് ഇംഗ്ലീഷിൽ. സത്യവേദ പുസ്തകത്തിൽ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും, മരണനിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും. ഇപ്പോൾ മരണനിഴലിന്റെ താഴ്വരയിലാണ് യേശു കർത്താവ്. മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടന്നാലും ഇല്ലില്ലില്ലില്ലില്ല, നീ എന്നെ കൈവിടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളെന്താ കരുതിയത്? പിതാവായ ദൈവം, ഞാൻ ഏകനല്ല, നീ എല്ലായ്പ്പോഴും എന്നോട് കൂടെയുണ്ട്. എപ്പോഴാണ്? ഏറ്റവും ഇരുട്ടുള്ള അനുഭവങ്ങളിൽ, ഏറ്റവും ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിൽ, ഏറ്റവും നിരാശപ്പെടുന്ന അനുഭവങ്ങളിൽ, ഏറ്റവും തകർന്ന അനുഭവങ്ങളിൽ ആ ദൈവം കൂടെയിരിക്കും. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകും. ഇപ്പൊ ഫാദർ സൺ റിലേഷൻഷിപ്പ്, നമ്മൾ ഒരു വരി കൊണ്ട്, ഒരു വാചകം കൊണ്ട് ദൈവശാസ്ത്രം ഉണ്ടാക്കരുത്, വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. താഴോട്ട് വരണം. താഴോട്ട് വരുമ്പോൾ പറയണം, മരണ നിഴൽ വീണ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. മനുഷ്യവർഗത്തിന്റെ ഒറ്റപ്പെടലിന്റെ, ഏലിയനേഷന്റെ പാതാളത്തിലേക്ക്, ഒറ്റപ്പെട്ടതിന്റെ, ഉപേക്ഷിക്കപ്പെട്ടതിന്റെ, വെറുക്കപ്പെട്ടതിന്റെ, അകന്നുപോയതിന്റെ ഏറ്റവും ആഘാതം അനുഭവിക്കുന്ന ആ അധമപാതാളത്തിന്റെ കവാടങ്ങളിലൂടെ ഈ കർത്താവ് പോവാണ്. വിത്ത് ദ ഫെലോഷിപ്പ് ഓഫ് ദ ഫാദർ, പിതാവിന്റെ കൂട്ടായ്മയോടുകൂടെ. ഒരിക്കലും പിതാവിനെ കൂടാതെയല്ല പോകുന്നത്, പിതാവിനെ കൂടാതെയല്ല പോകുന്നത്. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എന്നിട്ട് നിങ്ങൾ 24-ാം സങ്കീർത്തനം വായിക്കണം. 24-ാം സങ്കീർത്തനം വായിക്കുമ്പം അവിടെ കർത്താവിന്റെ അസെൻഷൻ കാണാം. 24-ാം സങ്കീർത്തനം വായിക്കുമ്പം അവിടെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ.
മഹത്വത്തിന്റെ രാജാവ് ആര്? മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ. കണ്ടോ? 3, 22, 23, 24 ഈ 3 സങ്കീർത്തനങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ആ സംശയങ്ങൾ അങ്ങോട്ട് മാറുകയാണ്. സംശയങ്ങൾ. നമുക്ക് പലപ്പോഴും പിന്നെ സംശയം, എന്തിനാണ് അങ്ങനെ നിലവിളിച്ചത്? അത് നിലവിളിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ സങ്കീർത്തനത്തിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും. ഇവിടെയാണ് ക്രിസ്തു എന്തിനാണ് മരിച്ചത്? അവന്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത്? ക്രിസ്തു എന്തിനാണ് മരിച്ചത്? അവന്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അടിസ്ഥാന ഉപദേശം മനസ്സിലാക്കണം. അടിസ്ഥാന ഉപദേശം ത്രിയേകത്വമാണ്. ദൈവിക ത്രിയേകത്വം. ദൈവിക ത്രിയേകത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവത്തെ മനസ്സിലാക്കുക. ആദിമസഭ പിതാവും പുത്രനുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നന്നായി ഗ്രഹിച്ചു. പിതാവും പുത്രനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ അവർ നന്നായിട്ട് ഗ്രഹിച്ചു. ദൈവം എന്നും എന്നേക്കും ഭേദം കൂടാതെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. യാതൊരു വ്യത്യാസവുമില്ല. അതിൽ നിന്ന് ദുരുപദേശങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് അവസാനം നമുക്ക് നിക്യ വിശ്വാസ പ്രമാണം രൂപപ്പെട്ട് കിട്ടിയത്. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ അങ്ങനെ പിന്നെ സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. കൺഫഷനാണ്. പിതാവ് തന്നെയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. പിതാവ് അല്ലാതിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നും എന്നേക്കും ഒരേപോലെ ആ ഫെലോഷിപ്പിൽ വസിക്കുന്നു. പിതാവ് ഒറ്റയ്ക്കിരുന്ന ഒരു കാലമില്ലെന്ന്. അല്ലെ, പിതാവ് വേഷപ്പകർച്ച നടത്തിയിട്ടില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ റിലേഷൻഷിപ്പാണ്, ആ ലവാണ്. അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ക്രോസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാക്കുന്ന പരാജയപ്പെടുന്നവരാണ് ക്രോസിനെ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നത്. ആ ഇന്നർ സർക്കിൾ, ദൈവത്തിന്റെ ഇന്നർ സർക്കിളിൽ ആ 3 പേഴ്സൺസിന്റെ ലവാണ് നമ്മൾ കാണുന്നത്, സ്നേഹമാണ് നമ്മൾ കാണുന്നത്. തികഞ്ഞ സ്നേഹത്തിൽ, പരമമായ ഐക്യത്തിൽ, അനന്തമായ ആനന്ദത്തിൽ നിത്യമായി പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും വസിക്കുന്നു. ആ ട്രിനിറ്റേറിയൻ ഫാമിലി, ആ ട്രിനിറ്റേറിയൻ ഫാമിലി, ആ ട്രിനിറ്റേറിയൻ ഫാമിലി, ആ ട്രിനിറ്റിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ രൂപപ്പെടുത്തിയത്. ആ ട്രിനിറ്റിയുടെ സ്നേഹത്തിന്റെ ബഹിസ്ഫുരണമാണ് നമ്മൾ കാണുന്ന ദൃശ്യപ്രപഞ്ചം. ആ
തീവ്രമായ സ്നേഹം. അവരുടെ തീവ്രമായ സ്നേഹത്തെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. അതിനകത്ത് ഒരു ശൂന്യതയില്ല, അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഇല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതിനകത്ത് നമുക്ക് ഈ ചില ചിന്തകളുണ്ട്. നമ്മുടെ ദൈവശാസ്ത്രം രൂപപ്പെടുമ്പോൾ അങ്ങ് ആദിയിൽ പുറകിലേക്ക് പോയി കഴിയുമ്പോൾ ഫേസ്ലെസ് ഗോഡ്, മുഖമില്ലാത്ത ഒരു ദൈവം, വികാരങ്ങളില്ലാത്ത ഒരു ദൈവം, ഒരു ഇംപേഴ്സണൽ പവർ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമില്ലാത്ത ഒരു ശക്തി, സംതിങ്, എന്തോ ഒന്ന്, അവ്യക്തതയാണ്. എന്നാൽ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ ആദിമ സഭയ്ക്ക് അങ്ങനെ ഒരു അവ്യക്തതയില്ല. എല്ലാ കാലത്തും പിതാവ് പിതാവായും പുത്രൻ പുത്രനായും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായും അവർ സ്നേഹമായി, സ്നേഹബന്ധത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യമായി നിലകൊള്ളുന്നു. ഒരു കാലഘട്ടവും എത്ര അനാദിയിൽ പോയാലും എത്ര വെരി ബിഗിനിങ്ങിൽ പോയാലും അതിനപ്പുറത്ത് പിതാവ് പിതാവല്ലാത്തതും സ്നേഹം സ്നേഹമല്ലാതിരിക്കുന്നതുമായൊരു കാലമില്ല. ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമായി തീർന്നു എന്നല്ല, ദൈവം സ്നേഹമാകുന്നു. എല്ലാ കാലത്തും ദൈവം സ്നേഹമാകുന്നു. അത് പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹമാണ്. ആ സ്നേഹത്തിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നത്. അതാണ് ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ഒരു കാരണവശാലും അവിടെ കൺഫ്യൂഷൻസ് ഇല്ല. അവിടെ ഫേസ്ലെസ് ആയിട്ടൊരു പവർ അല്ലെങ്കിൽ ഇംപേഴ്സണൽ പവർ ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. ദൈവം ആ ലവ് ആണ്. അപ്പം ആ ലവിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം ആ ട്രിനിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം. ട്രിനിറ്റിയെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ട്രിനിറ്റിയുടെ സ്നേഹവും കൂട്ടായ്മയുമാണ് ഈ മുഴുപ്രപഞ്ചത്തിനും ഗർഭപാത്രമായി തീർന്നത്. എന്ന് പറഞ്ഞാൽ ആ മുഴുപ്രപഞ്ചവും രൂപപ്പെട്ടത് അവരുടെ സ്നേഹത്തിലും കൂട്ടായ്മയിലുമാണ്. അവരുടെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ആശയരൂപം കൈക്കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഔട്ട് ഓഫ് ലവ് ആണ്, സ്നേഹത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണമാണ്, അസെൻഷൻ. അവൻ സ്വർഗത്തിലേക്ക് കയറി പിതാവിനും പരിശുദ്ധാത്മാവിനുമൊപ്പം പിന്നെയും ഇരുന്നു. സ്തെഫാനോസ് കാണുന്നുണ്ട് ഉയരത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്ന കാഴ്ച. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അതിശയകരമായ കാര്യം, ഏറ്റവും അത്ഭുതകരമായ കാര്യം അതാണ്. ദൈവിക ത്രിയേകത്വത്തിന് അകത്ത് ഒരു മനുഷ്യൻ ഉൾപ്പെട്ടിരിക്കുന്നു. ഹോളി ട്രിനിറ്റി, പരിശുദ്ധ ത്രിത്വം. പരിശുദ്ധ ത്രിത്വത്തിനകത്ത് ഇപ്പോൾ ഒരു മനുഷ്യനുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിനകത്ത് ഇപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ട്. അപ്പം നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പം നമുക്ക് ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻസ് നീങ്ങിപ്പോകാൻ വേണ്ടി സഭാപിതാക്കന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും അവരുടെ. കാരണം ഈ ഓഡിയൻസ് ശരിയായ വിധത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളും അത് പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഇത് വെളിപ്പെട്ട് കിട്ടേണ്ടതിനായി, നമ്മുടെ ഹൃദയത്തിൽ ഇത് പ്രകാശിക്കപ്പെടേണ്ടതിനായി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ സുവിശേഷം പലപ്പോഴും ഈ പാശ്ചാത്യ സുവിശേഷമാണ്. പാശ്ചാത്യ സുവിശേഷം ആരംഭിക്കുന്നത് പാപത്തിലാണ്. പക്ഷേ പൗരസ്ത്യ സുവിശേഷം ആരംഭിക്കുന്നത് പാപത്തിലല്ല, സ്നേഹത്തിലാണ്. പാശ്ചാത്യ സുവിശേഷം പാപത്തിൽ ആരംഭിക്കും, പിന്നെ പാപത്തിന്റെ പരിഹാരമായി ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരികയാണ്. ഇതിന് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ പൗരസ്ത്യ സുവിശേഷത്തിൽ, യഥാർത്ഥ സുവിശേഷത്തിൽ സ്നേഹത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഇല്ല. നമ്മൾ കേട്ടിട്ടുള്ള സുവിശേഷം, ദൈവം ആദമിനെ സൃഷ്ടിച്ചു, എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ ദൈവത്തിന് കോപമുണ്ടായി, ആദമിനോട് കോപമുണ്ടായി. അങ്ങനെ ദൈവക്രോധത്തെ ശമിപ്പിക്കുവാൻ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ക്രോധം ശമിച്ചു.
ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അവിടെയുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ദൈവശാസ്ത്രം മുഴുവൻ തകർന്നു പോകുന്നത് അവിടെ ദൈവത്തിൻ്റെ സ്വഭാവം മാറുന്നു. ദൈവം സ്നേഹമാകും. അപ്പോൾ ഇവർ പറയും ദൈവം സ്നേഹം മാത്രമല്ല, ദൈവം കോപവാൻ കൂടെയാകും. അപ്പം ദൈവത്തിൻ്റെ ആ മനോഭാവം, അൺഡിവൈഡഡ് ആറ്റിറ്റ്യൂഡ് മനുഷ്യവർഗത്തിന് ഒരിക്കലും വരത്തില്ല. ഇപ്പം നമുക്ക് 4 മക്കളുണ്ട്. 4 മക്കൾക്ക് 4 ടാലൻസ് ആണ്, 4 കഴിവാണ്, 4 സ്വഭാവമാണ്. നിങ്ങൾക്ക് 4 മക്കളുണ്ട്, 4 പേർക്ക് 4 സ്വഭാവമാണ്. ഒരാൾ എല്ലാ വിഷയത്തിനും പഠിക്കാൻ മിടുക്കനാണ്, അല്ലെങ്കിൽ മാർക്ക് മേടിക്കുന്നു, സ്പോർട്സിൽ മിടുക്കനാണ്, അതിൽ മിടുക്കനാണ്. മറ്റേ ആൾ ചിലപ്പോൾ ബുദ്ധി കുറവുള്ളതായിരിക്കും, ചിലപ്പോൾ ഇച്ചിരി അനുസരണം കുറവുള്ളതായിരിക്കും. അങ്ങനെ പല 4 സ്വഭാവം. പക്ഷെ 4 പേരെ നിങ്ങൾ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ മക്കളാണ് ഈ മനുഷ്യരെല്ലാം, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ഡിവൈഡഡ് ആറ്റിറ്റ്യൂഡ് ദൈവം വെക്കുന്നില്ല. അതാണ് ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്ന് പറയുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കും. ദൈവം എല്ലാവരെയും സ്നേഹിക്കും. നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളെക്കാളും പെർഫോം ചെയ്യുന്ന ആളെ സ്നേഹിക്കുന്നു, ലെസ് പെർഫോം ചെയ്യുന്ന ആളെ സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം. മറ്റേതെല്ലാം സാത്താൻ ദൈവത്തെക്കുറിച്ച് തെറ്റ് പറഞ്ഞ് പരത്തുന്നതാണ്. പിന്നെ ഈ രക്തം കണ്ടപ്പോൾ ദൈവത്തിന് കോപം തണുത്തു. കണ്ടോ, ദൈവത്തിന്റെ സ്വഭാവം ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ദൈവത്തിന് മാറ്റമില്ല. യഹോവയായ ദൈവം മാറാത്തവൻ. ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാണ്. ദൈവം മാറ്റമില്ലാത്തവനാണ്. അതോ മാറ്റമുള്ള ദൈവമാണോ? അപ്പൊ നമ്മൾ ഈ ഉപദേശം പറയുമ്പോൾ ദൈവത്തിന് മാറ്റം ഉണ്ടെന്ന് ഭംഗിയന്തരേണ സമ്മതിക്കുകയാണ്. അപ്പൊ നമ്മുടെ തിയോളജിയുടെ അടിസ്ഥാനം ഇളകിപ്പോവും. അപ്പൊ ദൈവത്തിന് മാറ്റമില്ലെന്നുള്ളത് തിയോളജിയിൽ അടിസ്ഥാനപരമായി നമ്മൾ ഉറപ്പിച്ചാൽ പിന്നെ ആ മാറ്റം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ദൈവത്തിന് മാറ്റമില്ല. ദൈവം സ്നേഹമാണ്. ആ സ്നേഹമായ ദൈവത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ അകത്തുണ്ടായിട്ട് വേണം നമ്മൾ കുരിശിനെ നോക്കാൻ. എന്നിട്ട് വേണം നമ്മൾ ക്രോസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. അപ്പൊ ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചു. ഇതെപ്പോൾ അയച്ചു? ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ആദം പാപം ചെയ്തു. ആദം പാപം ചെയ്തു. ഇനിയിപ്പം പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ അയച്ചു. തെറ്റ്. അവിടെയാണ് കുഴപ്പം. അതായത് ദൈവം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിൽ ഒരു പ്രശ്നം വന്നു. പ്രശ്നം വന്നപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി പുത്രനെ അയക്കാം. അങ്ങനെയല്ല. അപ്പൊ ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപത്തിൽ തുടങ്ങുന്ന സുവിശേഷമല്ല, സ്നേഹത്തിൽ തുടങ്ങുന്ന സുവിശേഷമാണ്. ആ സുവിശേഷം നമ്മൾ കാണുന്ന എഫേസ് ലേഖനത്തിലാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ ബൈബിളൊക്കെ ഉള്ളവർ തുറന്നു നോക്കുക. എഫേസ് ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. അവിടെയാണ് ഗോസ്പൽ, ട്രൂ ഗോസ്പല് നിങ്ങൾ കാണുന്ന അവിടെയാണ്. എഫേസ് ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. എവിടെയാ? ലോകസ്ഥാപനത്തിന് മുമ്പേ, ഈവൻ ബിഫോർ ദ വെരി ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേഡ്, ലോകസ്ഥാപനത്തിനു മുമ്പേ എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ നോക്ക്. ഏയ് കമോൺ. ഏദൻ തോട്ടമൊക്കെ അങ്ങോട്ട് പോട്ടെ. ഇപ്പൊ നിങ്ങളുടെ ഗോസ്പല് തുടങ്ങുന്ന ഏദൻ തോട്ടത്തിൽ അതാ പ്രശ്നം. പോട്ടെ. ഏദൻ തോട്ടം എല്ലാം പോട്ടെ. ഏദൻ തോട്ടം പോയിട്ട്, ഭൂമി പോയിട്ട്, പ്രപഞ്ചം പോയിട്ട് ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സകല ലോകങ്ങൾക്കും മുമ്പേ
ആദം സൃഷ്ടിക്കപ്പെട്ടതല്ല, ഏദൻ, ലോകം, ലോകസ്ഥാപനത്തിനു മുമ്പ്, ലോകസ്ഥാപനത്തിനു മുമ്പ്, ലോകസ്ഥാപനത്തിനു മുമ്പ്. എഫേസ്യ ലേഖനം 1:5. ലോകസ്ഥാപനത്തിനു മുമ്പ് നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും വി ആർ അഡോപ്റ്റഡ്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വി ആർ അഡോപ്റ്റഡ്. ആരാണ്? മനുഷ്യവർഗം. മനുഷ്യവർഗത്തെ ദൈവം അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എവിടേക്ക്? ട്രിനിറ്റേറിയൻ ഫെലോഷിപ്പിലേക്ക്. ഇതാണ് തിരുഹിതം. തിരുഹിതം, ദൈവത്തിന്റെ പ്രസാദം. ദൈവത്തിന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ താൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനെ താൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ തന്നിലേക്ക് അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ട്രിനിറ്റിയിൽ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന ആ ഫാമിലിയിലേക്ക് അഡോപ്റ്റ് ചെയ്തു. Can you imagine that? Can you believe it? It's unbelievable and unimaginable. സകല പ്രപഞ്ചത്തിൻ്റെയും നാഥനായ ദൈവം, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ സ്നേഹത്തിൻ്റെ അകത്തേക്ക് നമ്മെ അഡോപ്റ്റ് ചെയ്തു. എപ്പോഴാണ്? നമ്മൾ പാപം ചെയ്യുന്നതിന് മുമ്പ്, ആദം പാപം ചെയ്യുന്നതിന് മുമ്പ്, ഈവൻ ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, സകലത്തിനു മുമ്പ് ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മെ തിരഞ്ഞെടുത്തു. ആരിൽ തിരഞ്ഞെടുത്തു? പ്രിയനായവനിൽ, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗവുമായി ട്രിനിറ്റേറിയൻ ഫാമിലി കോണ്ടാക്ട് ചെയ്യുന്നത് ഈ സണ്ണിലൂടെയാണ്. മനുഷ്യവർഗവുമായി. ഇപ്പൊ ആദം പാപം ചെയ്തതും ദൈവപുത്രന്റെ ഇൻകാർണേഷനുമായി ഒരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ ആദം പാപം ചെയ്തില്ലായിരുന്നു എങ്കിലും ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനാകുമായിരുന്നു. അവിടെയാണ് ഗോസ്പൽ. ആദം പാപം ചെയ്തതുമായിട്ട് ബന്ധമില്ല. ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിലും, ഏദനിൽ നിന്ന് ആദം പുറത്താക്കപ്പെട്ടില്ലായിരുന്നെങ്കിലും ഏദനിൽ ദൈവം മനുഷ്യനാകുമായിരുന്നു, ദൈവത്തിന്റെ പുത്രൻ. അതാണ് ഗോസ്പൽ. അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി. ദൈവത്തോട് തുല്യനാക്കാൻ സാത്താൻ പ്രൊപ്പോസലുമായിട്ട് വരികയാണ്. നിങ്ങൾ ഈ പഴം കഴിച്ചാൽ മതി, ഡിസൊബീഡിയൻസ് കാണിച്ചാൽ മതി. ഡിസൊബീഡിയൻസ് അല്ല പ്രശ്നം. they believed a lie. അനുസരണക്കേടല്ല പ്രശ്നം. പക്ഷേ അവരൊരു നുണ വിശ്വസിച്ചു. ആ നുണ വിശ്വസിച്ചു എന്ന ആ നുണയ്ക്ക് പരിഹാരമായി സത്യവുമായി ദൈവത്തിന്റെ പുത്രൻ വരികയാണ്. സത്യം. അതാണ് ഞാൻ സത്യമാണെന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു നുണ വിശ്വസിച്ചു, അവരേറ്റവും ഇരുട്ടിലേക്ക് വീണു. ഏറ്റവും ഇരുട്ടിലേക്ക് വീണു. ഡാർക്ക്നെസ്, എലീനേഷൻ, എലീനേറ്റഡായി, അന്യപ്പെട്ടവരായി, അന്യരായി. അതാണ് പൗലൂസ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അന്യരും പരദേശികളും ഒക്കെയാണ്. നമ്മൾ അന്യരായിരുന്നു, നമ്മൾ ദൂരസ്ഥരായിരുന്നു, നമ്മൾ ശത്രുക്കളായിരുന്നു, നമ്മൾ അന്ധരായിരുന്നു. അപ്പം മനുഷ്യവർഗത്തിന്റെ അവസ്ഥയാണ്. ഇത്ര ഭീകരമായ ഒരവസ്ഥയിലേക്ക് നിബന്ധിച്ചു പോയി. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ആദം ആ പഴം ഭക്ഷിച്ചപ്പോൾ, ആദം സാത്താന്റെ നുണ വിശ്വസിച്ചപ്പോൾ ദൈവഹൃദയം തേങ്ങി. ദൈവം പറഞ്ഞു, നോ. ഒരു എറ്റേണൽ ഷൗട്ടാണ്, നോ, അത് സംഭവിക്കാൻ പാടില്ല.
ദൈവത്തിന്റെ ഹൃദയം മനുഷ്യന് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ്, മനുഷ്യനെ സ്നേഹിക്കുന്ന ഹൃദയമാണ്. അപ്പൊ അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒരു ലീഗൽ ഫ്രെയിംവർക്കിൽ പിന്നെ എന്നാൽ ഇവന് ശിക്ഷ കൊടുത്തേക്കാം, കുറെ ശിക്ഷ എഴുതി വെച്ചു, പിന്നെ ആ ശിക്ഷ ആരാ, എന്നാ പിന്നെ അത് ദൈവത്തിന്റെ പുത്രൻ പോയി വാങ്ങട്ടെ, അങ്ങനെയല്ല. ദൈവം എല്ലാ കാലത്തും മനുഷ്യനെ സ്നേഹിക്കുകയാണ്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചിട്ട് ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവത്തിന്റെ പുത്രനെ ദൈവം അയച്ചു. ഏതാണ്? മനുഷ്യവർഗത്തെ തിരുക്കുടുംബത്തിലേക്ക്, അതായത് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന ഫാമിലിയിലേക്ക് കൊണ്ടുപോകുക. അതിനാണ് അസെൻഷൻ, അതിനാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ അസെൻഷനിലേക്ക് പോകാൻ വേണ്ടി, മനുഷ്യവർഗത്തെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വീണ്ടും ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി വരികയാണ്. ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രൈസ് പേ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിന് വേണ്ടി വില കൊടുക്കേണ്ടി വന്നു. കാരണം ഈ പാപത്തിൽ വീണ മനുഷ്യൻ, ഈ ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യൻ, ഈ ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യൻ, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട മനുഷ്യൻ, ബ്രോക്കൺ റിലേഷൻഷിപ്പ്, എലിനേറ്റഡ് സ്റ്റേറ്റിൽ കിടക്കുന്ന ഈ മനുഷ്യൻ, അവൻ ജനിച്ചപ്പോൾ മുതൽ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ജോൺ കാൽവിൻ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ, ക്രിസ്തു ആ വില ജനിച്ചപ്പോൾ മുതൽ കൊടുക്കാൻ തുടങ്ങിയതാണ്. കാൽവരി ക്രൂശിൽ മാത്രമല്ല, കാരണം അവൻ്റെ 33 years ഭൂമിയിലെ ലൈഫും ഈ പ്രൈസ് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് പ്രൈസ് പേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, വളരെ വില കൊടുക്കേണ്ടി വന്നു അവിടെ പോയി താമസിക്കാൻ. ഈ ഭൂമിയിൽ വന്ന് താമസിച്ചപ്പോൾ, ജനിച്ചപ്പോൾ മുതൽ ആ കഷ്ടം സഹിക്കേണ്ടി വന്നു. തിമോത്തിയോസിന് എഴുതുന്ന 2-ാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് അത് പറയുകയാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം മുതൽ, അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ഒരു 1 year ഇരുന്ന് പഠിക്കാനുള്ള ഒറ്റ വാക്യ, സിംഗിൾ വാക്യം. നിങ്ങളുടെ ബൈബിളിലൊക്കെ അതങ്ങോട്ട് വരച്ചു വെക്കുക. 2 തിമോത്തിയോസ് 1:8 മുതൽ 10 വരെ. അവിടെ പറയാണ്, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും, therefore do not be ashamed of the testimony of our Lord or of me his prisoner, but join with me in suffering for the gospel according to the power of God, who has saved us not according to our works, but according to his own purpose and grace, which was granted us in Christ Jesus from all eternity. സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ, സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ക്രിസ്തുയേശുവിൽ. അപ്പൊ ആ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് സകല കാലത്തിനു മുമ്പ് എടുത്ത ഒരു ഡിറ്റർമിനേഷൻ, ആ ഡിറ്റർമിനേഷന് നമ്മുടെ മലയാളത്തിൽ പറയുന്നത് സ്വന്തം നിർണയം, ഒരു ഉറച്ച നിർണയം. എന്താണ്? ഈ മനുഷ്യവർഗത്തെ ദൈവത്തോട് ചേർത്തു വെക്കാൻ ഒരു നിർണയമെടുത്തു. ഈ മനുഷ്യവർഗത്തെ ദൈവത്തോട് ചേർത്തു വെക്കാൻ ഒരു നിർണയമെടുത്തു. ആ നിർണയം, അതിന്റെ ഭാഗമായിട്ടാണ് ദൈവത്തിന്റെ പുത്രൻ വന്നത്. അതാണ് ഗോസ്പൽ. അപ്പൊ അതിനകത്ത് ലോ ഇല്ല. പക്ഷെ നിർഭാഗ്യവശാൽ പാശ്ചാത്യ സുവിശേഷത്തിൽ അതൊരു ലോയാക്കി, പിന്നെ അത് ശിക്ഷാവിധിയാക്കി, പിന്നെ അത് സാറ്റിസ്ഫാക്ഷൻ ആക്കി. എന്ന് പറഞ്ഞാൽ ഫാദറിന് സാറ്റിസ്ഫാക്ഷൻ വരാൻ വേണ്ടിയാണ് സാറ്റിസ്ഫാക്ഷൻ തിയറി എന്ന് പറയും. സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. നോ,
അവിടെ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യമില്ല. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനെ തങ്ങളുടെ കൂടെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു എന്നറിഞ്ഞാൽ ശത്രുവായിരിക്കുന്നവന് മനുഷ്യവർഗത്തോട് അസൂയുണ്ടായി, പിണക്കമുണ്ടായി, പകയുണ്ടായി, എന്തെല്ലാം ഉണ്ടാകാമോ അതെല്ലാം ഉണ്ടായി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഏദൻ തോട്ടത്തിൽ ഈ ആദമും ഹൗവയും മര്യാദയ്ക്ക് രണ്ടുപേരിയ്ക്കുമ്പം എന്തിനാണ് സാത്താൻ അവരുടെ അടുത്ത് പരീക്ഷിക്കാൻ ചെന്നത്? സാത്താൻ എന്താ പ്രശ്നം? രണ്ടുപേർ അവിടെ അങ്ങാണ്ട് ഒരു തോട്ടത്തിൽ താമസിക്കുന്നു, അവരവിടെ അങ്ങ് താമസിക്കട്ടെ എന്ന് വെച്ചാൽ പോലും ഇദ്ദേഹത്തിന് അവരൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഉണ്ടോ? എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ? കളിയാക്കോ കല്ലുവർക്ക് എറിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരാരാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നെങ്കിലും സാത്താൻ അറിയാമായിരുന്നു. അവരെവിടേക്ക് പോവാണ്? ദൈവത്തിലെ പാർട്ടായി മാറാൻ, ദൈവത്തിന്റെ പാർട്ടായി മാറാൻ. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ആ ദൈവ കുടുംബത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ടവരാണിവർ. അഡോപ്റ്റ് ചെയ്യപ്പെട്ടവരാണിവർ. ഇപ്പൊ കേരളത്തിൽ രാഹുൽ ഗാന്ധി പ്രചരണത്തിനൊക്കെ വരുന്നുണ്ട്, അതിൽ നരേന്ദ്രമോദി നടക്കുന്നുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർ രണ്ടും അല്ലാതെ മറ്റൊരാളാണ് പ്രധാനമന്ത്രി ആകുന്നതെങ്കിൽ ആ ആളാരായിരിക്കും ഇന്ത്യയിൽ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ പുതിയൊരാൾ പ്രധാനമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ അറിയത്തില്ല, ഇപ്പോൾ അയാൾക്ക് സെക്യൂരിറ്റി ഇല്ല, ആർക്കും അറിയത്തില്ല. ഇന്റലിജൻസ് ഇവിടെ അമേരിക്ക ട്രംപ് പ്രചരണത്തിൽ നടക്കുന്ന ആദ്യ കാലത്തൊന്നും സെക്യൂരിറ്റി ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ റേറ്റ് കൂടി ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹം ജയിച്ചേക്കാമെന്ന് ഒരു തോന്നൽ വന്നു. അപ്പോൾ പ്രചരണത്തിന്റെ ഫൈനൽ ഡേയ്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും സെക്യൂരിറ്റി ഒക്കെ അങ്ങ് ടൈറ്റൻ ചെയ്തു. വൺസ് ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞോടുകൂടെ ഹൈ സെക്യൂരിറ്റിയാണ്. പക്ഷെ ഇവിടെ ഈ ഏദൻ തോട്ടത്തിൽ നിൽക്കുന്ന ആദമും ഹൗവയും ആരാണെന്ന് സാത്താൻ അറിയാം. അതാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, പ്രിയമുള്ളവരെ, നാം എന്തായി തീരും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടില്ലേ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ? യോഹന്നാൻ ലേഖനം എടുത്തിട്ട് വായിക്കണം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, പ്രിയമുള്ളവരെ, നാം എന്തായി തീരും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ അവൻ വെളിപ്പെടുമ്പോൾ നമ്മൾ എന്തായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആരായി തീരും എന്നുള്ളത് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ സാത്താന് അത് മനസ്സിലായി, ഇത് ആരാണെന്ന്. സകല ലോകങ്ങൾക്ക് മുമ്പേ പുത്രനിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അഡോപ്റ്റഡ്, അക്സെപ്റ്റഡ്, ഇലക്റ്റഡ്, ചോസൺ, സാങ്ക്ടിഫൈഡ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, വിശുദ്ധീകരിക്കപ്പെട്ടവർ, ദത്തെടുക്കപ്പെട്ടവർ. കണ്ടോ? ആരാ? അതാണ് ഗോസ്പൽ. യു ആർ ഇൻക്ലൂഡഡ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. ഇപ്പൊ ഒരാളെ കണ്ട് സുവിശേഷം പറയുമ്പോൾ എന്താണ് സുവിശേഷം പറയേണ്ടത്? പാപത്തിൽ സ്റ്റാർട്ട് ചെയ്യരുത്. വെസ്റ്റേൺ ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാപത്തിലാണ്. സഹോദര, നിങ്ങൾ പാപിയാണ്, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ അതല്ല ഗോസ്പൽ. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എറ്റേണൽ പർപ്പസിൽ ഉൾപ്പെട്ട ആളാണ് നിങ്ങൾ. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ദത്തെടുക്കപ്പെട്ട വ്യക്തിയാണ്. അടുത്തത്, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിന്നിലുണ്ട്. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡ്വെൽസ് ഇൻ യു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ഇതാണ് ഒരാളുടെ സുവിശേഷം പറയേണ്ടത്. ഇതാണ് സുവിശേഷം. ആ സുവിശേഷമാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ആ ഗ്ലോറിയസ് ഗോസ്പൽ അറിയിക്കാനാണ് കർത്താവ് പറഞ്ഞത്. നീ അതാ പറയേണ്ടത്. അപ്പൊ അതാണ് കർത്താവിന് ക്രൂശ് ഒരുക്കി കൊടുത്തത്. കർത്താവ് വന്നു, ഭൂമിയിലേക്ക് വന്നു. അപ്പൊ എന്താണ് പ്ലാന്?
ഇൻകാർണേഷൻ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. മനുഷ്യന്റെ എല്ലാ താഴ്ചകളിലും, എല്ലാ പരാജയങ്ങളിലും, എല്ലാ തകർച്ചകളിലും, എല്ലാ തോൽവികളിലും, എല്ലാ ഇരുളുകളിലും, എല്ലാ സങ്കടങ്ങളിലും, എല്ലാ നിസ്സഹായതകളിലും, എല്ലാ ഉപേക്ഷിക്കപ്പെട്ട അനുഭവങ്ങളിലും ക്രിസ്തു ഷെയർ എടുക്കുകയാണ്, ഇറങ്ങി വരിക. ദാരിദ്ര്യത്തിന്റെ പങ്ക് പിറക്കുവാൻ പോലും ഇടം കിട്ടിയില്ല. അപമാനം, പരിഹാസം, നിന്ന, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ എല്ലാം അനുഭവിക്കുകയാണ്. മനുഷ്യന്റെ എല്ലാ അനുഭവങ്ങളിലൂടെ പോവാണ്. അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി, തിരുവിഷ്ടത്താൽ നരനായി, നമ്മെ തൻ പിതൃസുതരാക്കാൻ റുഹായോട് ബന്ധിച്ചിടുവാൻ. ദാറ്റ് ഈസ് ഗോസ്പൽ. അപ്പം അതിനാണ് പുത്രൻ വന്നത്. പുത്രൻ വന്ന് മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെട്ട് ഈ മനുഷ്യവർഗത്തെ ഉയർത്തുകയാണ്. അപ്പം അതിനിടയിലാണ് ഈ ക്രൂശ് വരുന്നത്. ക്രൂശ്. അപ്പൊ തന്റെ മശിഹായിക്ക് വരുന്ന കഷ്ടതകളെ മുൻകൂട്ടി അറിഞ്ഞ ദൈവം അത് പ്രവാചകന്മാരിലൂടെ രേഖപ്പെടുത്തി. മശിഹയെ അവർ ഉപദ്രവിച്ചു, മശിഹയെ അവർ പരിഹസിച്ചു, ക്രൂശിച്ചു. ആ മരണത്തിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്നോർത്ത് കർത്താവ് നിലവിളിച്ചതല്ല, ആ സങ്കീർത്തനത്തിലേക്ക് തൻ്റെ ഓഡിയൻസിനെ ശ്രദ്ധയെ തിരിച്ചു. നിങ്ങൾ അടുത്ത ഭാഗം നോക്കുമ്പോൾ തന്നെ പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്താ അവിടുന്ന് മനസ്സിലാക്കുന്നു? പിതാവ് കൈവിട്ടിട്ട് പോയാൽ അവിടെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കാൻ പറ്റൂ? പിതാവ് ഫെലോഷിപ്പ് വിട്ടിട്ട് പോയാൽ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കാൻ പറ്റൂ? അത് പറയുന്ന കുറച്ച് നേരത്തേക്ക്, 10 സെക്കൻഡ് നേരത്തേക്ക് പിതാവ് മാറുന്നു. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ട്രിനിറ്റി ഒരിക്കലും അങ്ങനെ മാറുന്നില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ പോയപ്പോഴും ആ പിതാവ് കൂടെയിരുന്നു. പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാണൻ വിടുകയാണ്. അടുത്തത് പാതാളത്തിലേക്ക് പോവുകയാണ്. എവിടെ ഒറ്റയ്ക്കാണോ പോകുന്നത്? നോ, വിത്ത് ദ ഫെലോഷിപ്പ് ഓഫ് ഫാദർ ആൻഡ് ഹോളി സ്പിരിറ്റ്. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയോടുകൂടിയാണ് സണ്ണ് പാതാളത്തിലേക്ക് പോകുന്നത്. ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല, ഒരിക്കലും തള്ളപ്പെടുന്നില്ല, ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എറ്റേണൽ പർപ്പസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസാണ്. അതാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ മുഴുവൻ കാണുന്നത്, കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ആ എറ്റേണൽ പർപ്പസിന് വേണ്ടിയാണ് സണ്ണ് വന്നിരിക്കുന്നത്. അവിടെ ഒരിക്കലും നോ കൺഫ്യൂഷൻ ഇൻ ഗോഡ്. ദൈവത്തിൽ അവിടെ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റിനിടെ കൺഫ്യൂഷൻ ഇല്ല, നോ കോൺഫ്ലിക്റ്റ്. അവിടെ കലഹങ്ങളില്ല, കൺഫ്യൂഷൻ ഇല്ല, പടലപ്പിണക്കങ്ങളില്ല, പരിഭവങ്ങളില്ല. ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ലവ്. ആ സ്നേഹത്തിന്റെ സുവിശേഷമാണ്. ഒരുമിച്ച് ട്രിനിറ്റി ലോകത്തെ വീണ്ടെടുക്കുകയാണ്. സാത്താന്റെ നുണ വിശ്വസിച്ച് ദൈവിക ഫെലോഷിപ്പിൽ നിന്ന്, ആ ലൈറ്റിൽ നിന്ന്, ആ ട്രൂത്തിൽ നിന്ന് താഴേക്ക് പോയവരെ ഉയർത്തിയെടുക്കുകയാണ്. ക്രിസ്തു വിജയിച്ചു കഴിഞ്ഞും ക്രിസ്ത്യാനിറ്റിക്കകത്ത് പിന്നെയും സാത്താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ സെല്ലിങ് ലൈസ്. സെല്ലിങ്, ഞാൻ പറഞ്ഞത് പുസ്തകങ്ങൾ എഴുതി വിൽക്കുകയാണ്. കാശ് കൊടുത്ത് നുണ വാങ്ങുകയാണ്. കാശ് കൊടുത്ത്. This is truth. Now the Christ, the hope of glory, is dwells in you. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. മനുഷ്യന്റെ എല്ലാ ഏകാന്തതകളിലേക്കും, എല്ലാ ഒറ്റപ്പെടലുകളിലേക്കും, എല്ലാ ഉടഞ്ഞ ബന്ധങ്ങളിലേക്കും,
എല്ലാ തകർച്ചകളിലേക്കും, എല്ലാ നിന്ദകളിലേക്കും, എല്ലാ പരിഹാസങ്ങളിലേക്കും, എല്ലാ അപമാനങ്ങളിലേക്കും ക്രിസ്തു ഇറങ്ങി വന്നു. ക്രിസ്തു അവരോട് താതാത്മ്യപ്പെട്ടു. ഇപ്പോൾ ആ കുരിശിൽ ആദാമിൻ്റെ വീഴ്ചയെ അവൻ ഡീൽ ചെയ്യുകയാണ്. അവിടെ ആദാമിൻ്റെ വീഴ്ച മരിക്കുകയാണ്, അഥവാ മരണം മരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏർലി ചർച്ച് പാടിയത്, മശിഹ മരണത്തെ കൊന്നു. മശിഹ മരണത്തെ കൊന്നു. മശിഹ മരണത്തെ കൊന്നു. എന്താണ് മരണം? സെപ്പറേഷൻ, വേർപാട്, ദൈവവുമായിട്ടുണ്ടായ അകന്നുപോയ അനുഭവം, അകന്നുപോയ വേർപാട്. അത് ക്രൂശിൽ വെച്ച് വീണ്ടും തിരിച്ചു ചേർക്കുകയാണ്. മനുഷ്യനുമായിട്ട് അകന്നുപോയത്, ആദാമിൻ്റെ വീഴ്ച അവിടെ അവസാനിക്കുകയാണ്. അൺഡൂയിങ് ഓഫ് ആദം. ആദമിനെ എന്തെല്ലാം ചെയ്തോ അതിനെ മുഴുവൻ തിരിക്കുകയാണ്. ആദമിൽ സംഭവിച്ച വീഴ്ചകൾ മുഴുവൻ തിരുത്തുകയാണ്. മനുഷ്യവർഗത്തെ ഉയർത്തുകയാണ്. ഇപ്പം എവിടേക്കാണ് പോകുന്നത്? ഏതിനെ സാത്താൻ ഭയപ്പെട്ടോ, ഏത് സംഭവിക്കരുതെന്ന് സാത്താൻ ആഗ്രഹിച്ചോ അത് തന്നെ സംഭവിച്ചു. ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി. മനുഷ്യരോട് താതാത്മ്യപ്പെട്ടു. ഇതാണ് ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗോഡ്. ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യനെ തെരഞ്ഞെടുത്തു. എങ്ങനെ തെരഞ്ഞെടുത്തു? തൻ്റെ പുത്രനിൽ തെരഞ്ഞെടുത്തു. അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം 1:5. അത് പാപം വരുന്നതിന് മുമ്പും, സാത്താൻ പഴം കൊണ്ടുവരുന്നതിന് മുമ്പും, പരീക്ഷ വരുന്നതിന് മുമ്പും, നുണ വരുന്നതിന് മുമ്പും, എല്ലാ നുണകൾക്കും മുമ്പേ, എല്ലാ പാപത്തിനു മുമ്പേ, എല്ലാ അനുസരണക്കേടിനു മുമ്പേ, എല്ലാ തകർച്ചയ്ക്കും മുമ്പേ, എല്ലാ ലോകങ്ങൾക്കും മുമ്പേ നാം അവനിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എറ്റേണൽ പർപ്പസ് എന്താണ്? തിരുഹിതത്തിന്റെ പ്രസാദം എന്താണ്? പുത്രനിൽ നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ പുത്രനെ അയക്കും, പുത്രൻ മനുഷ്യനാകും, മനുഷ്യവർഗം പുത്രനിൽ ഏകീഭവിക്കും, പുത്രൻ അസെൻഡ് ചെയ്യും, ഗോഡ്സ് ത്രോണിലേക്ക് ചെല്ലും, മനുഷ്യവർഗവും ദൈവവും ഒന്നായിത്തീരും. ആ ട്രിനിറ്റേറിയൻ ഫാമിലിയിൽ നമുക്ക് അവകാശവും അംഗത്വവും ലഭിക്കും. ഇതായിരുന്നു ഇറ്റേണൽ പർപ്പസ്. ഈ ഇറ്റേണൽ പർപ്പസ് നടക്കാതിരിക്കാനാണ് സാത്താൻ ആദമിനെ തൻ്റെ നുണ വിശ്വസിപ്പിച്ചത്. ഇപ്പം നുണ വിശ്വസിച്ച ആദാം നിരാശയിൽ, മരണഭീതിയിൽ, പരാജയഭീതിയിൽ, നിസ്സഹായതയിൽ, ഭയത്തിൽ ഉണ്ടോ? മനുഷ്യവർഗം മുഴുവൻ ഇതങ്ങ് ആദാമിൻ്റെ സ്വരൂപമാണ്, ആദാമിൻ്റെ അവകാശമാണ്. അതാണ് മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ നമ്മൾ ധരിച്ചു. അതാണ് നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ നിരാശകൾ, നമ്മുടെ വേദനകൾ, വേപതുകൾ, നമ്മുടെ നിസ്സഹായതകൾ, പരാജയഭീതി, മരണഭീതി, ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരിക്കുന്നവർ. ആ മരണഭീതിക്ക് അടിമകളായിരിക്കുന്ന ഈ തകർച്ചയുള്ള, പരസ്പരം കലഹിക്കുന്ന കായേൻ ഹാബേലിനെ കൊന്നു. ഒറ്റിക്കൊടുക്കലുകൾ, തള്ളിപ്പറയലുകൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, മനുഷ്യവർഗത്തെ തകർത്തതിൽ സാത്താൻ സന്തോഷിച്ചു. കണ്ടോ? അപ്പം ഒരിക്കലും ദൈവം തൻ്റെ ഡിവൈൻ നേച്ചറിനെ ഈ ഫോളൻ നേച്ചറുള്ള മനുഷ്യരുമായി ഷെയർ ചെയ്യത്തില്ല. അതാണ് സാത്താൻ്റെ പരിപാടി. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഇൻ ഹിസ് ഇന്നസെൻസ്, ഇൻ ഹിസ് പ്യൂരിറ്റി, ഇൻ ഹിസ് അൺഡിവൈഡഡ് കോൺസെൻട്രേഷൻ ടു ഗോഡ്. അപ്പൊ മനുഷ്യന്റെ വിശുദ്ധിയിൽ, മനുഷ്യന്റെ നിർമ്മലതയിൽ, മനുഷ്യന്റെ നൈർമല്യത്തിൽ, മനുഷ്യന്റെ വിശുദ്ധിയിൽ, മനുഷ്യന്റെ ദൈവത്തോടുള്ള അൺഡിവൈഡഡ് കോൺസെൻട്രേഷൻ, അൺഡിവൈഡഡ് ഡിവോഷൻ, അപ്പൊ ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ, ദൈവത്തോടുള്ള സ്നേഹസമർപ്പണത്തിൽ മനുഷ്യവർഗം നിൽക്കുമ്പോൾ, ആ നിൽക്കുന്ന മനുഷ്യവർഗത്തോട് ചേർന്ന് ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വന്നിട്ട് തൻ്റെ ഡിവിനിറ്റിയെ ഷെയർ ചെയ്യും. ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടായ്മയെ പകരും. അങ്ങനെ മനുഷ്യവർഗവും ദൈവവും ഒന്നാകും. ഇതായിരുന്നു ദൈവത്തിന്റെ പർപ്പസ്. ഈ പർപ്പസിനെ തകർക്കാനാണ് മനുഷ്യവർഗത്തെ പാപം ചെയ്യിച്ചു, നുണ വിശ്വസിപ്പിച്ചു, തമ്മിൽ തല്ലുന്നവരാക്കി, തകർന്നവരാക്കി, നിരാശയുള്ളവരാക്കി, ഭയമുള്ളവരാക്കി, കാഴ്ചയില്ലാത്തവരാക്കി മാറ്റിയിട്ട് സാത്താൻ ചിരിച്ചു. അപ്പോൾ ഈ മനുഷ്യവർഗത്തെ, അതായത് വീഴ്ചയിൽ കിടക്കുന്ന, ഫോളൻ നേച്ചറിൽ കിടക്കുന്ന
ഈ മനുഷ്യവർഗത്തിലേക്ക് ദൈവം ഇറങ്ങി വരുമെന്ന് സാത്താൻ ഒരിക്കലും ചിന്തിച്ചില്ല. ഈ ഫോളൻ നേച്ചറിൽ കിടക്കും. ആ ഫോളൻ നേച്ചറിൽ വന്ന് ഷെയർ ചെയ്താൽ ദൈവം എന്തായിത്തീരും? ദൈവവും ഫോളനായിത്തീരും. പിശാചിന്റെ നുണ വിശ്വസിച്ചവരായിത്തീരും. സോ ദൈവത്തിന്റെ എറ്റേണൽ പർപ്പസിനെ മാറ്റാൻ കഴിയത്തില്ല. നീ ഫോളൻ നേച്ചറിൽ പോയി മനുഷ്യവർഗം മൊത്തം, പക്ഷെ സ്റ്റിൽ ഗോഡ് ലവ്സ് യു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നീ എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും സ്റ്റിൽ ഗോഡ് ഹോൾഡ്സ് യുവർ ഹാൻഡ്. മനുഷ്യവർഗം മുഴുവൻ തകർത്തെറിഞ്ഞു കളഞ്ഞിട്ട് പിശാച് പറഞ്ഞു, ഇപ്പൊ ദൈവമേ നീ പരാജയപ്പെട്ടു, ഇനി നിനക്ക് ഒരിക്കലും, കാരണം നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അവിടെയാണ് ദൈവം പരിശുദ്ധ മറിയത്തെ തെരഞ്ഞെടുക്കുന്നത്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. കണ്ടോ, റീബിൽഡ് ചെയ്യാൻ പോവാണ് ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. ആ ദൈവവും മനുഷ്യനായിട്ടുള്ള എല്ലാ കണക്ഷനെയും ഉടച്ചു തകർത്ത് കളഞ്ഞിട്ട് മനുഷ്യവർഗത്തെ പരാജയത്തിലേക്ക്, നിരാശയിലേക്ക്, മരണത്തിലേക്ക് തള്ളിയിട്ടിട്ട് പിശാച് തന്റെ ജയത്തെ ഘോഷിക്കുമ്പോൾ, ആ പിശാചിനെ പരാജയപ്പെടുത്തിയിട്ട് അതിന്റെ മേൽ ജയം ഘോഷിക്കുവാൻ വേണ്ടി ജയാളിയായ ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനായി ഭൂമിയിലേക്ക് വരികയാണ്. ആ ദൈവം തെരഞ്ഞെടുത്ത ആ പാത്രമാണ് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, തിയോട്ടോക്കോസ്. അതാണ് ഈസ്റ്റേൺ തിയോളജിയിൽ മേരിക്കുള്ള പ്രാധാന്യം. അവിടെ ദൈവത്തിന്റെ പുത്രൻ വന്നു, മനുഷ്യനുമായി കണക്റ്റഡായി. അപ്പോൾ മുതൽ പിശാച് അവനെ തകർക്കുവാൻ ശ്രമിക്കും. ഒന്നാമത്തെ ആദമിനോടുണ്ടായിരുന്ന വൈരാഗ്യം ഇപ്പോൾ ഒടുക്കത്തെ ആദമിനോടായി. ആ ഒടുക്കത്തെ ആദമിനെ തകർക്കുവാനുള്ള പരിശ്രമത്തിലാണ് അവനേറ്റ അനുഭവങ്ങൾ, അപമാനങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ക്രൂരമായ എതിർപ്പുകൾ. 33 വർഷവും അതുണ്ടായിരുന്നു. കുരിശിൽ മാത്രമല്ല, അതിന്റെ അൾട്ടിമേറ്റ് പോയിന്റിലാണ് ആ ക്രൂശ് ഉണ്ടായത്. അല്ലാതെ ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നില്ല. യെശയ്യാ പ്രവചനം 53 നമ്മൾ വായിക്കുന്നു, നാമോ ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഇറ്റ് വാസ് എ മിസ്അണ്ടർസ്റ്റാൻഡ്. നാമോ ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു, ബട്ട് ഇറ്റ് വാസ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒരുപാട് ആളുകളുടെ തിയോളജി ആ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഫൗണ്ടേഷൻ. ഒരു തെറ്റിദ്ധാരണയിലാണ് പണിതുയർത്തിയിരിക്കുന്നത്. തെറ്റിദ്ധാരണയിൽ പണിതുയർത്തിയ ദൈവശാസ്ത്രം മാറിപ്പോകട്ടെ. നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കണ്ണിലൂടെ ആ ട്രിനിറ്റേറിയൻ ലവിനെ മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ ഇതിനെ മുഴുവൻ കാണാം. ഇപ്പൊ കാൽവരി ക്രൂശിലേക്ക് നമുക്ക് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കാം. ഇവിടെ ദൈവമല്ല അടിക്കുന്നത്, ദൈവം തന്റെ പുത്രന്റെ കൂടെയാണ്. ദൈവം അവനെ ഉപേക്ഷിക്കുന്നില്ല, ദൈവം അവനെ ഉപദ്രവിക്കുന്നില്ല, ദൈവം അവനെ ശിക്ഷിക്കുന്നില്ല, ദൈവം അവനെ അടിക്കുന്നില്ല. നാമോ ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, തന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലവ് ഓഫ് ഗോഡ്. തേജസിന്റെ കർത്താവിനെയാണ് അവിടെ ക്രൂശിച്ചത്. അവൻ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ വന്നതാണ്. പക്ഷേ ആ ഉപദ്രവത്തിനോ ആ മരണത്തിനോ ആ കുരിശിനോ ആ എറ്റേണൽ പർപ്പസിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ആ എറ്റേണൽ പർപ്പസ് റിസറക്റ്റ് ചെയ്തു. ആ എറ്റേണൽ പർപ്പസ് റിസറക്റ്റ് ചെയ്തിട്ട് ആ എറ്റേണൽ പർപ്പസ് സ്വർഗീയ സിംഹാസനത്തിലേക്ക് കയറിപ്പോയി. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ വിജയം. ക്രൈസ്റ്റ് ദ വിക്ടർ ആണ്. ക്രിസ്റ്റസ് വിക്ടർ എന്ന് പറയും. ക്രിസ്തു ജയാളിയാണ്. ആ ജയാളിയായ ക്രിസ്തുവിനെയാണ് നാം വർഷിപ്പ് ചെയ്യുന്നത്. ഇതാണ് ഓൾ അബൌട്ട് ക്രോസ്. ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു വന്നപ്പോൾ മനുഷ്യവർഗം അവന് സമ്മാനിച്ചതാണ്. സാത്താനും മനുഷ്യവർഗവും ചേർന്ന് അവന് സമ്മാനിച്ചതാണ്. പക്ഷെ ക്രിസ്തു വന്നത് എറ്റേണൽ പർപ്പസിന്റെ ഭാഗമായിട്ടാണ്. ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്, ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ തെരഞ്ഞെടുത്തു. ആ അഡോപ്ഷൻ പൂർത്തിയാക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ അയച്ചതാണ്. നൗ വി ആർ അഡോപ്റ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നാം ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എത്ര സുന്ദരമായ, എത്ര അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം. ദാറ്റ് ഈസ് ദ ഗോസ്പൽ. അതുകൊണ്ട് നമുക്ക് ആ ഗോസ്പലിൽ സന്തോഷിക്കാം. ആ കുരിശിനെ കാണുമ്പോൾ നമുക്ക് ആ കുരിശിനെ ധ്യാനിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആ കുരിശിനെ, നമ്മുടെ കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട ബലിപീഠത്തെ വണങ്ങുന്നത്. വി ആർ സോ ബ്ലസ്ഡ്
നോട്ട് സോ ബ്ലസ്ഡ്, വി ആർ ഇമ്മൻസ്ലി ബ്ലസ്ഡ്. ഈ സുവിശേഷം അറിയാൻ പറ്റിയത്, അതിനാണ് ഗോസ്പൽ അറിയിക്കാൻ പറഞ്ഞത്. അനേകർ ഇത് അറിഞ്ഞിട്ടില്ല, അവരെ അറിയിക്കുക. ആത്മാക്കളെ രക്ഷിച്ചൊരു നിൻ സ്ലീബായെ നമിച്ചങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു മശീഹ, ഓർക്കങ്ങളെ നീ വന്നിടുമ്പോ. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലേ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. സോഗദീനാൻ ലസലീബൊക്കു ബേവോ ബുറുക്കോ നലനഭുശോസ അംഗാ യോസോ മറീനാം ശീഹോ ഇസ്ദാ ക്രൈൻ മോദോ സേയാ. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലേ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. കള്ളനോടുകൂടെ നമുക്ക് ചൊല്ലാം. കള്ളന് മനസ്സിലായി അവന്റെ രാജ്യത്വം. കള്ളന് മനസ്സിലായി അവന്റെ രാജ്യത്വം. നമുക്കും അവന്റെ രാജ്യത്വം മനസ്സിലാക്കാം. കാരണം കള്ളൻ സൺഡേ സ്കൂളിൽ പഠിച്ച കള്ളനായിട്ട് ആരും ജനിക്കുന്നൊന്നുമില്ല. പോലീസുകാരി പ്രസവിച്ചിട്ടല്ലല്ലോ പോലീസുകാരനുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാലേ കള്ളനും കള്ളിക്കും കൂടി ഉണ്ടാകുന്ന ഒരാളല്ലല്ലോ കള്ളൻ. യഹൂദന്മാരുടെ ചിട്ടയനുസരിച്ച് 12 വയസ്സിൽ ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ പഠിക്കണം. 18 വയസ്സുകൊണ്ട് ഒരു തൊഴിൽ പഠിക്കണം. 18-ാം വയസ്സിൽ വിവാഹം കഴിക്കും. അതായിരുന്നു യഹൂദന്മാരുടെ മര്യാദ. അതുകൊണ്ട് 12 വയസ്സിൽ ന്യായപ്രമാണം പഠിക്കും. അതുകൊണ്ട് യേശു 12-ാമത്തെ വയസ്സിൽ ന്യായപ്രമാണം സംബന്ധിച്ച് അവരോട് തർക്കിച്ചത്. 12 വയസ്സുകൊണ്ട് അവർ ന്യായപ്രമാണം പഠിക്കും. ഈ കള്ളൻ ഈ ന്യായപ്രമാണമൊക്കെ പഠിച്ചിട്ടുണ്ട്. 12 വയസ്സിന് മുമ്പ് ഒന്നും അങ്ങ് കക്കാൻ പോയതല്ല. ആ ന്യായപ്രമാണം എല്ലാം പഠിച്ചിട്ടുള്ള കള്ളൻ തൻ്റെ ഇപ്പുറത്ത് കുരിശിൽ കിടന്നവൻ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഇപ്പുറത്ത് കുരിശിൽ കിടന്ന് പറഞ്ഞപ്പം ഈ കള്ളൻ്റെ മനസ്സിലോട്ട് അടുത്ത വരികൾ വരികയാണ്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. അതിൻ്റെ താഴോട്ട് വന്ന് താഴോട്ട് വന്നപ്പം കള്ളം വായിച്ചു, ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവെങ്കിലേക്ക് സ്തുതിക്കും, ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ, രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ. കണ്ടോ? അപ്പൊ കള്ളൻ എന്ന് പറഞ്ഞാൽ യേശു ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങിയ 22-ാം സങ്കീർത്തനത്തിന്റെ വരികളിലൂടെ പോയി താഴോട്ട് പോയ ആ കള്ളൻ 28-ാമത്തെ വരിയിൽ വന്ന് സ്റ്റക്ക് ചെയ്തപ്പോൾ കള്ളൻ പറയുകയാണ്, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. വാട്ട് എ ഗ്ലോറിയസ് ഇൻവെൻഷൻ. കോൺഷ്യസ് അവയർനെസ്. ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഉണരുവാൻ നമുക്കും സാധിക്കട്ടെ. അതുകൊണ്ട് ആ ബോധത്തോടുകൂടെ നമുക്ക് കർത്താവിനെ ഒരുമിച്ച് വർഷിപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ജോയിനിങ്. മേ ഗോഡ് ബ്ലസ് യു.